സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള SITയുടെ നീക്കങ്ങളാണ്. പ്രധാനപ്പെട്ട നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. സലീം മാലിക് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സലീം, ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു ചിത്രം അന്വേഷണ സംഘത്തിന് ഇതിനോടകം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ഏറെ മുന്നോട്ട് പോകാൻ SITക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഏതൊക്കെ ഉദ്യോഗസ്ഥർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത്. അതിൽ തന്നെ ചില പ്രധാന പേരുകളിലേക്ക് അന്വേഷണം നീങ്ങാൻ പോകുന്നു. മുൻ പ്രസിഡന്റുമാരെ ചോദ്യം ചെയ്യാനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഏറ്റവും ഒടുവിലായി മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം കൂടി SIT നടത്തുന്നു. അതിന് അപേക്ഷ നൽകിയിരിക്കുന്നു. പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് സലീം മാലിക്? റിജിത്ത്, മുരാരി ബാബു റാന്നി കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് SITയുടെ പുതിയ സമർത്ഥമായ നീക്കം. വീണ്ടും മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നതോടെ ആ ജാമ്യാപേക്ഷയ്ക്ക് പ്രസക്തി ഉണ്ടാകില്ല എന്നാണ് SITയുടെ കണക്കുകൂട്ടൽ. നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കുമെങ്കിലും അത് തള്ളാനാണ് സാധ്യത. ഒപ്പം തന്നെ സുധീഷ് കുമാറിനെ കൂടി കസ്റ്റഡിയിൽ വാങ്ങാനാണ് SIT ആലോചിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നടത്തിയ കുറച്ച് നിരീക്ഷണങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ ഇരുവരെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തണം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം സന്നിധാനത്ത് നടത്തിയ പരിശോധനയിലും അവർ നടത്തിയ രേഖകളുടെ പരിശോധനയിലും ചില സംശയങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട്. അക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തുക കൂടിയാണ് വീണ്ടും ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങുന്നതോടുകൂടി അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. അതിനിടയിൽ ജയശ്രീ പത്തനംതിട്ട കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. അന്വേഷണ സംഘം മറ്റു ചില ഘട്ടങ്ങളിലേക്ക് കൂടി അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കൂടി കടന്നിട്ടുണ്ട്. ഹൈക്കോടതി പ്രത്യേകമായി കഴിഞ്ഞ ദിവസം നടത്തിയ നിരീക്ഷണങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ന് അടിയന്തര യോഗം ചേർന്നത്. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. ഒപ്പം തന്നെ ദേവസ്വം ബോർഡിലെ കൂടുതൽ ജീവനക്കാരെയും അംഗങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കൂടി മാറാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട പേരുകാരെയൊക്കെ ചോദ്യം ചെയ്യാൻ നിലവിൽ ആലോചിക്കുന്നുണ്ട്. വീണ്ടും O വാസുവിനെ ചോദ്യം ചെയ്യും. ഒപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ A പത്മകുമാറിനെ ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ PS പ്രശാന്തിൽ നിന്ന് വീണ്ടും മൊഴിയെടുക്കാനുള്ള ആലോചനയും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. അങ്ങനെ അന്വേഷണം അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കൂടി കടക്കുകയാണ്. റിജിത്ത്, ശരി. സലീം മാലിക് മാർഷീത്തും തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.